നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഈ പാർലമെൻറ്റ് അംഗങ്ങളായിരുന്നവരെ ഇപ്പം മുൾമുനയിൽ നിർത്താനാണ് എതിർപക്ഷക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയുകയാണ് ഇപ്പോൾ പറയുന്നത്, കോൺഗ്രസ് എം പിമാർ പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി പ്രതികരിച്ചില്ലെന്നും അവിടെയും അവർ LDFിനോട് പ്രതിപക്ഷ മനോഭാവമാണ് സ്വീകരിക്കുന്നതെന്നുമാണ് വടകരയിലെ CPM സ്ഥാനാർത്ഥി ശൈലജ പറയുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയത്തിനും ഇടതുപക്ഷാംഗങ്ങളുടെ പാർലമെൻറ്റിലെ പങ്കാളിത്തം അനിവാര്യം തന്നെയാണ്. അവിടെ പോയാൽ എത്ര പേരുണ്ട്? രാജ്യസഭയിൽ തന്നെ നമ്മുടെ AA റഹീമിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമൊക്കെ കേട്ട് തന്നെ പാർലമെൻറ്റ് നടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ശൈലജയ്ക്ക് എന്തായാലും മുരളീധരനെ അല്പം കുറ്റം പറയണം, പാർലമെൻറ്റിൽ പോയിട്ടൊന്നും പറഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NK പ്രേമേന്ദ്രനെതിരെ എന്തെങ്കിലും പറയാനായിട്ട് ശൈലജ തയ്യാറാകുമോ? ശൈലജ എന്നല്ല, LDFിലുള്ള ആരെങ്കിലും തയ്യാറാകുമോ? പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങളാണെന്ന് പോലും കൃത്യമായി പറയുന്നുണ്ട്. ഹാജർ നിലയിലും മുൻപന്തിയിലാണ്, ചർച്ചയിൽ പങ്കെടുത്തത്, ബില്ല് അവതരിപ്പിച്ചത്, ഇതെല്ലാം NK പ്രേമേന്ദ്രൻ വളരെ മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി ചായയും വടയൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും വടകര മണ്ഡലം ഇത്തവണ LDFിന് അനുകൂലമായി വിധി എഴുതുമെന്നാണ് ശൈലജ പറയുന്നത്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം ഇവിടെ വെറുതെ മത്സരിക്കേണ്ട കാരണഭൂതനോടുകൂടി. കാരണഭൂതൻ്റെ മരുമകനുള്ള ഈ മുഖ്യമന്ത്രിയായിട്ട് അരിയിട്ട് വാഴ്ചയുണ്ടല്ലോ, അതിന് തടസ്സം വരുത്തണ്ട, അഭിഷേകത്തിന് വിഘ്നമൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ശൈലജ വടകരയിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ അങ്ങ് പോവുക. അതുപോലെ മുതിർന്ന പലരും ഉണ്ടല്ലോ, രാധാകൃഷ്ണനും ഐസക്ക് പാർലമെൻറ്റിലൊക്കെ പോകണം. കാരണം എന്നാലേ അവിടെ ഒന്ന് നിറഞ്ഞ് നിന്ന് ആടത്തുള്ളൂ. ഒരാനച്ചന്തമല്ലേ, ഇല്ല മധ്യ തിരുവിതാംകൂറിലൊക്കെയുള്ള ഈ കെട്ടുകാഴ്ച പോലെയാണ്, ഒരു എടുപ്പ് കുതിര പോലെയാണ് ഈ നമ്മുടെ ഐസക്കൊക്കെ വരുന്നത്. അതൊരു വരവാണ്, ഒരു ഒന്നൊന്നര വരവാണ്. ഇത്തവണ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നാണ് LDF ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും ഉണ്ട്. BJP ആഗ്രഹിക്കുന്നുണ്ട് 20 മണ്ഡലത്തിൽ നിന്ന് ജയിക്കണമെന്ന്. പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തു നിന്നും ജയിക്കണമെന്നും BJP ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊന്നും ആർക്കും ഒരു കുറവുമില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയത്തിന് ഇടതുപക്ഷാംഗങ്ങളുടെ പാർലമെൻറ്റിലെ പങ്കാളിത്തം അനിവാര്യമായി മാറുന്നുണ്ട് എന്നാണ് ശൈലജ പറയുന്നത്. CPM ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിലും അതപ്പോൾ അറിയാം ഇന്ത്യയിൽ അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. എന്നാലും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ആശയങ്ങളിലൂടെ നൽകാനാവുന്ന പാർട്ടിയാണ്. ആശയങ്ങളിലൂടെ മാത്രമല്ല, ഇപ്പോൾ ആമാശയമാണ് അവർക്ക് ഏറ്റവും പ്രധാനമെന്നുള്ളത്. CPI LDFിലെ മറ്റ് കക്ഷികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ആ CPIയെ ചവിട്ടി താഴ്ത്തുകയാണ് CPM ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ പാർലമെൻറ്റിൽ നടത്തേണ്ടതുണ്ട്. അതെങ്ങനെയായി നടത്തുന്നത്? ഈ 20 ഉണ്ണാക്കന്മാരുണ്ടായിരുന്നല്ലോ, MPമാർ, കേരളത്തിൽ നിന്ന് പോയവർ. ഈ മുതിർന്ന പൗരന്മാർക്കൊക്കെ പലയിടങ്ങളിലും നൽകിയിരുന്ന, പ്രത്യേകിച്ച് ഈ യാത്രയിൽ നൽകിയിരുന്ന സ്ത്രീകൾക്ക് 50%, പുരുഷന്മാർക്ക് 40% കൺസെഷൻ നിർത്തിയപ്പോൾ ഇത് ചോദിക്കാനായിട്ട് ഈ പുങ്കവന്മാർക്ക് ആർക്കെങ്കിലും സാധിച്ചോ? ഒരുത്തരും വേണ്ടിയില്ലല്ലോ. പിന്നെ എന്താണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയത്? ആരുടെയാണ്? ഈ MPമാരുടേതാണ് മെച്ചപ്പെടുത്തിയത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം ജനങ്ങൾക്കറിയാം. കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും പദ്ധതികളും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ശൈലജ ടീച്ചർ ഇപ്പോൾ ഇവിടെ കിടന്ന് ഘോരഘോരം പ്രസംഗിക്കും. പാർലമെൻറ്റിൽ പോയാലോ ഒന്നും ഉണ്ടാകത്തില്ല. പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്താൻ നമുക്കാവണമെന്ന്. അവിടെ AA റഹീം ഉണ്ടല്ലോ, രാജ്യസഭയിൽ ശബ്ദം ഉയർത്തുന്നുണ്ട്. അത് ആ ഇംഗ്ലീഷ് കേട്ടാണ് സഭയിലെ, പ്രത്യേകിച്ച് ശീതീകരിച്ച് ആ സഭയ്ക്കകത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് മയങ്ങിപ്പോവും. AA റഹീമിൻ്റെ ആ ഇംഗ്ലീഷ് കേട്ട് പലരും ഒക്കെ ഞെട്ടി ഉണർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MPമാർ കേരളത്തിന് വേണ്ടി പ്രതികരിച്ചില്ല എന്നത് സങ്കടകരമായ വസ്തുതയെന്നാണ് ശൈലജ പറയുന്നത്. എത്രയോ തവണ സംസ്ഥാനം ആവശ്യപ്പെട്ട എയിംസിന് വേണ്ടി വാദിക്കാൻ കോൺഗ്രസ് MPമാർ തയ്യാറായില്ല. ശരിയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ് എയിംസിന് വേണ്ടി നിങ്ങൾ സ്ഥലം ചൂണ്ടിക്കാട്ടൂ എന്ന്. എവിടെ ചൂണ്ടിക്കാട്ടി? നിങ്ങൾ
ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. തുടർന്ന് വന്ന 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെയാണ് നടക്കുന്നത്? പാർലമെൻറ്റിൽ LDFിനോട് പ്രതിപക്ഷ മനോഭാവമാണ് കോൺഗ്രസ് കാണിക്കുന്നതെന്ന്. കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ ഇടത് MP-മാർ പാർലമെൻറ്റിൽ എത്തേണ്ടത് അനിവാര്യമാണ് എന്ന് ശൈലജ പറയുന്നു. എന്തായാലും 2024 പാർലമെൻറ്റിൽ നിറഞ്ഞു നിൽക്കുമായിരിക്കും ഇടതുപക്ഷ MP-മാർ എന്നുള്ള ഒരു കണക്ക് കൂട്ടല്ല. ആരെങ്കിലും ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ശൈലജയുടെ സ്വപ്നമൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരുപക്ഷെ ശൈലജയെ വിജയിപ്പിച്ചയക്കാനായിട്ട് നമ്മുടെ കാരണഭൂതൻ ഒരുപാട് ശ്രമിക്കും. കാരണം ജയിച്ചു പോകണം. പോയെങ്കിൽ മാത്രമേ ഇവിടെ ഇനി പിന്നെ ആരും പറയരുത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണം, കേരം തിങ്ങും കേരള നാട്ടിൽ ഇനി ശൈലജ ഭരിക്കും എന്നുള്ള മുദ്രാവാക്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരില്ല എന്നുള്ള രീതിയിലാക്കി തീർക്കും നമ്മുടെ കാരണഭൂതൻ. അപ്പോൾ എന്തായാലും ശൈലജയുടെ ഈ പ്രസ്താവനയൊക്കെ നന്നായിട്ടുണ്ട്. CPM അങ്ങനെ വളർന്നു വലുതായി പാർലമെൻറ്റിലാകെ അങ്ങ് നിറഞ്ഞു നിൽക്കട്ടെ.